ഹലോ, എല്ലാവർക്കും ഈവനിങ് വ്ളോഗിലേക്ക് വെൽക്കം. അപ്പം എൻ്റെ ഒരു 3-3:30 നേരം തൊട്ടുള്ള ചെറിയ ചെറിയ ജോലികളാണ്. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ ഇടും. ഇവിടെയാണ് ചായ അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ചായയോ കാപ്പിയോ പാലോ എന്ത് വേണേലും കുടിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചായ തന്നെ വേണം എന്നൊന്നും. പിന്നെ വൈകുന്നേരം 3:30 ആകുമ്പോൾ പാൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ ചായ ഇടും. കുഞ്ഞിനാണ് പാൽ കൊടുക്കുവേ. അവൻ ചിലപ്പോൾ ചായ കുടിക്കും. ചായ കണ്ടു കഴിഞ്ഞാൽ അവന് വേണം. അങ്ങനെ ചായ കൊടുക്കത്തില്ല എങ്കിലും നമ്മൾ കുടിക്കുന്ന കാണുമ്പോഴത്തേക്ക് ചായ കുടിക്കാനായിട്ട് ഭയങ്കര വഴക്കാണ്. ചായ ഇതിങ്ങനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. എനിക്കങ്ങനെ പതപ്പിച്ചില്ലെങ്കിൽ എൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പാട വന്നിരിക്കും. എനിക്കതാണ് ഇഷ്ടമല്ല. ഞാൻ ചായയും കൊണ്ട് വരുന്ന നോക്കി അവരുടെ ഇരിക്കുമോ ചായ എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഒരു ശകലം എടുത്ത് അവന് കൊടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര വഴക്കിടും. ഇച്ചിരി ഒന്ന് കിട്ടിക്കഴിയുമെങ്കിൽ കുറച്ച് നേരം അവിടെ സമാധാനത്തോടെ ഇരുന്ന് കളിക്കും. എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. ചായ ഇടുമ്പോഴും ചോറ് വെക്കുമ്പോഴും കറി വെക്കുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ വരും. ഞാൻ സെറ്റിയെ കൊണ്ടിരുത്തി TV വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പതുക്കെ ഞാൻ എണ്ണീറ്റ് പോകുമ്പോഴത്തേക്ക് എൻ്റെ പുറകിനങ്ങ് വരും. പിന്നെയും കൊണ്ട് ഞാൻ അവിടെ ഇരുത്തും. പിന്നെയും എൻ്റെ പുറകിന് വരും. അങ്ങനെയാണേ ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ വരും. കുറച്ച് നേരം കാര്യം പറയും. അവിടെ ഒരു പച്ചക്കുതിര വന്നിരുന്നായിരുന്നേ. അത് ചാടി മണ്ടയ്ക്ക് പോയിരുന്നു. അവനത് വേണമെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. അത് ഇവനെ പേടിച്ചെന്ന് തോന്നും ചാടി മണ്ടയ്ക്ക് കയറി ഇരിക്കുന്നത്. എൻ്റെ ചെമ്പരത്തിയാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നല്ല കളറാണ്. പക്ഷെ മൊത്തം പുഴു കയറി അങ്ങ് തിന്നുക. മൊത്തം ഇങ്ങനെ ചുരുട്ടി ഇല ഇങ്ങനെ വെച്ചേക്കും. ഞാൻ കുറേ അങ്ങ് പറിച്ച് കളയാം എൻ്റെ ഇലയെല്ലാം. എന്നാലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പുഴു വന്നിരിക്കും. ഇഷ്ടംപോലെ പൂടിച്ചായിരുന്നു. ഈ പുഴു കാരണം എന്തോന്ന് ഒന്നും ഇപ്പോൾ പിടിക്കുന്നില്ല. നല്ലൊരു ചെമ്പരത്തിയാണ്. ഞാൻ വിലയ്ക്ക് മേടിച്ചൊന്നുമല്ല. എൻ്റെ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച് ഞാൻ വെട്ടി കുളവാക്കിയൊരു ചെടിയായിരുന്നേ. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. യുജീനിയ എന്നെന്ന് തോന്നുന്നു പറയുന്നത്. പിന്നെ സിറ്റൗട്ടൊക്കെ ഒന്ന് തൂക്കാനുണ്ടായിരുന്നേ. അത് തൂത്ത് രാവിലെ തൂക്കുന്നതെങ്കിലും കാറ്റൊക്കെ ആയതുകൊണ്ട് എളുപ്പം ഒന്ന് പൊടി കയറും. അതുകൊണ്ട് ഒന്ന് തൂത്തിട്ടേക്കാം. വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, കണ്ട തൂത്തപ്പോഴത്തേക്ക് അവനും ചൂലും കൊണ്ട് വന്നതായിരുന്നു. ഞാൻ തൂത്ത് കൂട്ടുന്നതൊക്കെ തൂത്ത് അവനാണ് തെറിപ്പിച്ച് വേറെ എവിടെയോട്ടേലും ഒക്കെ കൊണ്ടു. പിന്നെ വഴക്കിടണ്ടല്ലോ എന്ന് കരുതി ഞാനും അനങ്ങത്തില്ല. അവന് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അതിട്ടേച്ച് അടുത്ത കളിക്കാനായിട്ട് പോകും. അന്നേരത്തേക്ക് അങ്ങ് തൂക്കാമെന്ന് കരുതി. അവൻ നിന്ന് തൂക്കട്ടെന്ന് കരുതി. കുറേ ദിവസമായിരുന്നു വിളക്ക് കത്തിച്ചിട്ട്. പീരീഡ്സ് ആയതുകൊണ്ട് വിളക്ക് കത്തിച്ചില്ലായിരുന്നു. ഇന്ന് എല്ലാം വിളക്കെല്ലാം ഒന്ന് തേച്ച് കഴുകി ഒന്ന് കത്തിക്കാമെന്ന് കരുതി. ഞാൻ പുളിയും ചാരമില്ലേ നമ്മൾ കത്തിക്കുന്നതിൻ്റെ വിറകൊക്കെ കത്തിക്കുന്നതിൻ്റെ ചാരവും കൂടി ഇട്ടാണ് തേക്കുന്നത്. കുഴപ്പമില്ലാതെ വെളുക്കും. നല്ലോണം ഉരച്ച് കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ വെളുക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂവൊക്കെ പറിച്ചപ്പോൾ ദേവൻ എന്നെ തല്ലാനായിട്ട് വടിയും കൊണ്ട് ഓടിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.